ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു വൺ പോട്ട് റൈസാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കട്ടോ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റൈസാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ ഒരു 3/4 ടീസ്പൂണ് കുമ്മിൻ സീഡാണ് കേട്ടോ ഇട്ടിട്ടില്ലേ. കുമ്മിൻ സീഡ് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ചിക്കൻ നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മസാല പുരട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഞാൻ കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ സാധാരണ ചിക്കൻ വെള്ളം ഇറങ്ങി വരുന്നത് പോലെ വരുമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇതാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഈ റൈസിലില്ലേ ഇനി നമ്മൾ ഓയിൽ യൂസ് ആക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിൽ തന്നെയാണ് ഈ റൈസിൽ മൊത്തമായിട്ട് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതൊന്നിങ്ങനെ ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഇതാ ഞാൻ ഓയിലിന് ചിക്കൻ മൊത്തമായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാനുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു നല്ല സ്മെല്ലെല്ലാം വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ഇതുപോലെ ഉള്ളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടും. കൂടുതലായിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഇനി കുമ്മിൻ സീഡ് തന്നെയാണ് കേട്ടോ. ഒരു ടീസ്പൂണ് കുമ്മിൻ സീഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ക്യാപ്സിക്കാണ്. മൊത്തത്തിൽ ഒരു ഫുൾ ക്യാപ്സിക്കം തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നമ്മൾ നേരത്തെ ഉള്ളി ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ മന്തി മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും അറബിക് മസാല ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ ക്യൂബാണ് കേട്ടോ. ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം ആദ്യം 2 എണ്ണം ഇട്ടിട്ടുണ്ടായിനി. എന്നിട്ട് പിന്നീട് ചെക്ക് ചെയ്തിട്ട് പോരാന്ന് തോന്നിയാലും വീണ്ടും ഒരു 2 ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. ടോട്ടൽ 4 എണ്ണം വേണം കേട്ടോ. അപ്പം ഇനിയിപ്പം ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ അളന്ന് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ടായിന്, അതുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ്. അതൊന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അരി ഒരു അരമണിക്കൂർ മുമ്പേ സോക്ക് ചെയ്യണം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് സോക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെക്കണം. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ ഈ ടൈമിൽ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചോറ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. എപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായിട്ട് വരും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ചോറൊന്ന് കുക്കായി വന്നാൽ മാത്രം മതി.
അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ചാർക്കോളിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ട് ഇതാ ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ലോണം സ്മോക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചിട്ട് സ്മോക്ക് വന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിത്തൗട്ട് ഫയറാണ്, ഫ്ലെയിം ഓൺ ആക്കണ്ട. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടിൽ തന്നെ നമ്മൾ ചോറ് നല്ലോണം ഒന്ന് ദമ്മായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റൈസ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. കുറഞ്ഞ ചേരുവ കൊണ്ടെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ട് നല്ലോണം ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.